കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ്. ഇനി കോഴിക്കോട് കാപ്പാട് നിന്നും കൊയിലാണ്ടി ഹാർബർ വരെയുള്ള തീരദേശ റോഡ് തകർന്നിട്ട് 10 വർഷമായിട്ടും സഞ്ചാരയോഗ്യമാക്കാൻ ഒരു നടപടിയുമില്ല. കൊയിലാണ്ടി ഭാഗത്ത് നിന്ന് കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുന്നവർക്കും ഹാർബറിലേക്ക് നിത്യേന പോയി വരുന്ന മത്സ്യത്തൊഴിലാളികൾക്കും യാത്ര ദുരിതമായിരിക്കുകയാണ്. കടൽ ഭിത്തി ശാസ്ത്രീയമായി നിർമ്മിച്ച് സംരക്ഷിച്ചാൽ മാത്രമേ റോഡ് നിലനിൽക്കുകയുള്ളൂ. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാമിനി. കാപ്പാടുകാരുടെ കഷ്ടപ്പാട്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ്. ആ റോഡിന്റെ ബാക്കിയാണ് ഞാനിപ്പോൾ ഇറങ്ങി നിൽക്കുന്ന ഈ കുഴി. ഞാൻ നിൽക്കുന്നത് പ്രശസ്തമായ ചരിത്രമുറങ്ങുന്ന കാപ്പാട് ബീച്ചിലാണ്. കാപ്പാട് ബീച്ചും കൊയിലാണ്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡ് കഴിഞ്ഞ 10 വർഷമായി അതിലൂടെ യാത്ര ചെയ്യുന്നവർ അനുഭവിക്കുന്ന ദുരവസ്ഥയാണ് ഈ കാണുന്നത്. പോലത്തെ പണിക്ക് ഓണങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ്, കടലിലേക്ക് ഓണങ്ങൾ. ആ റോഡാണ് തോതിലായത്. ഒരാൾ തിരിഞ്ഞു നോക്കാനില്ല. ഇവിടെ MLA ഉണ്ട്, മന്ത്രി ഉണ്ട്, എല്ലാവരും ഉണ്ട്. തിരിഞ്ഞു നോക്കാണ്ടാണ് ദാസനെടുത്ത് കാട്ടിലേക്ക് എറിഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത ആളെ ജയിപ്പിച്ചു പ്രവീൺകുമാർ, അവനെങ്കിലും തിരിഞ്ഞു നോക്കിയെങ്കിൽ മതി. റോഡ് കുറേ വർഷങ്ങളായി. അടുത്തിപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പാലമുണ്ട് കൊയിലാണ്ടി വളപ്പിൽ പറഞ്ഞൊരു പാലം, അവിടം വരെയാണ് ഇപ്പോൾ റോഡ് നന്നാക്കിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ വളരെ ദുരിതമാണ്. ടൂറിസ്റ്റിന് നേരെ കാപ്പാട് അറിയപ്പെടുന്ന ടൂറിസ്റ്റ് ഏരിയ ആണ്. അവിടെ കംപ്ലീറ്റ് കടൽ കയറി മുറിഞ്ഞു പോയി. നടക്കാനും പോലും പറ്റാത്ത സാഹചര്യങ്ങളാണ് അവിടെ. ഇത് കഴിഞ്ഞ കൊല്ലവും പിന്നെ അതിൻ്റെ മുന്നത്തെ കൊല്ലമായിട്ട് കൂടുതൽ തകർന്നത്. ഇവിടെ ഈ 2-3 പ്രാവശ്യമായിട്ട് സീവാള് ഇവിടെ ഇട്ടിട്ട് എല്ലാം മണ്ണിലേക്ക് പതിഞ്ഞു പോകാൻ ചെയ്തു. പിന്നെ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് ശരിയാക്കുമെന്ന്. ഒന്നായിട്ടില്ല. ഈ പ്രാവശ്യം ഈ ഗവൺമെൻറ്റിലാണ് ഞങ്ങളെ പ്രതീക്ഷ. ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണത്. കൊയിലാണ്ടി ഹാർബറിലേക്ക് പോകാൻ വരാനുള്ളത്. പിന്നെ ബസ്, കൊയിലാണ്ടി ബസ് ഉണ്ട്. ഇവിടെ പാറക്കൽ താഴെ നിന്നാണ് പുൽക്കാമ്പ് മാത്രം ബീച്ചിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതാണ്. ഇതിന് മുന്നേ ഈ റോഡ് പൊട്ടിയിട്ട് അവിടെ ടൂറിസ്റ്റിൻ്റെ അടുത്തായിട്ട് പൊട്ടിയിട്ട് ടൂറിസ്റ്റിൻ്റെ ഒരു മതിരി വരെ പോയി. ടൂറിസ്റ്റുകാർ ഇറക്കിയിട്ട് അവിടെ ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ കല്ലിറക്കി വരും. അന്നേരം അവർക്ക് ടൂറിസ്റ്റിന് ഈ റോഡ് വേണം, ഈ ഒരു ആവശ്യം വേണ്ടതിനെ കൊണ്ട് കുറേ ഈ കാര്യം കൈകാര്യം ചെയ്തിട്ട് അവിടെ കല്ലിറക്കി അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനത്തെ സംഭവം ഉണ്ടായി. വേറൊരു സംഭവം ഒന്നും വരെ ഈ റോഡിന് വരെ ചെയ്തില്ല. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെന്ന് പറയുന്നുണ്ട്. റോഡിൻ്റെ പല സംഭവങ്ങളും ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഈ പദ്ധതികളും കാര്യങ്ങളൊന്നും ഇവിടെ കാണാനില്ല. തിരമാല ഇങ്ങനെ ആഞ്ഞടിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ സാഹസികത നിറഞ്ഞതാണ് ഇതിലൂടെയുള്ള യാത്ര. കഴിഞ്ഞ 10 വർഷമായി ജനപ്രതിനിധികൾ വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകിയതെന്ന് അവരുടെ ബൈറ്റുകളിൽ നിന്ന് പോലും നമുക്ക് വ്യക്തമാണ്. മാറി വരുന്ന സർക്കാരിലാണ് ഇവരുടെ പ്രതീക്ഷ. ഈ ദുരിതയാത്രയ്ക്ക് അറുതി ഉണ്ടാകുമെന്ന പ്രതീക്ഷ. അനൂപിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.